മഴയ്ക്ക് ശേഷവും മഴ പെയ്തു തോർന്നിട്ടും മരം പെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ മരങ്ങളോടും പക്ഷികളോടും ഒന്നും ഇപ്പോൾ സ്നേഹമില്ലേ എന്ന് നേരത്തെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. മരങ്ങളോടും പക്ഷികളോടും സ്നേഹമുണ്ട്, അതിലേറെ മനുഷ്യനോടും സ്നേഹമുണ്ട്. ഇതെപ്പോഴും പറയുന്നതാണ്. അപകടകരമായ തരത്തിൽ, അതായത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ അത് മുറിച്ചു മാറ്റണം എന്നാണ് സാധാരണ തത്വമായി പറയാറുള്ളത്, അല്ലേ? കാസർഗോഡ് നഗരത്തിലെ തണൽ മരങ്ങൾ ജനജീവിതത്തിന് ഭീഷണിയാവുന്നു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിൽ ഏത് നിമിഷവും വീഴാവുന്ന മരങ്ങളുണ്ട്. KSEBയും ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കാസർഗോഡ് ടൗണിലെ പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സമാന്തര പാതയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റോഡ് നമുക്ക് കണ്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതു നേരവും നല്ല തിരക്കുള്ള ഒരു പാതയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് നേരെ അഭിമുഖമായി നിൽക്കുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ്. അതിന് തൊട്ടരികിലായി ഹോട്ടലുകളുണ്ട്, ക്ലിനിക്കുകളുണ്ട്, തിയേറ്ററുകളുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്. ആ രീതിയിൽ വലിയ തോതിൽ ആളുകൾ നിത്യവും സഞ്ചരിക്കുന്ന ഒരു പാതയിലാണ് ഈ രീതിയിൽ വലിയ അപകടകരമായ രീതിയിൽ തന്നെ വലിയ തണൽ മരങ്ങളുമുള്ളത്. ആളുകൾ പരാതി പറഞ്ഞു മടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ പെട്ടതാണ് ഈ മരം. അവർ ലേലത്തിൽ വെച്ചിട്ട് ആരും എടുത്തിട്ട് രണ്ടാമത് വീണ്ടും കുത്താനുള്ള ഇത് പറ്റുന്നില്ല അവർക്ക്. ഏതാ എപ്പോഴാണ് ഇത് മറിഞ്ഞു പോയെന്ന് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നുണ്ടല്ലോ, അവരുടെ ഇടനിലെ വീട്ടിൽ നിന്ന് നടക്കും പോയി ചെയ്യുന്നത് അവരെ കാണുന്നത്. ഫുള്ള് വണ്ടിയും കാര്യങ്ങളും ആൾക്കാരെല്ലാം ഉള്ള സ്ഥലമാണ്. ഫുള്ള് കച്ചവടം, വ്യാപാരം, അതിൻ്റെ ഓഫീസ് കാര്യങ്ങൾ. അതിന് മുമ്പിൽ ഒരു മരമുണ്ട്. അടി നോക്കാം, എല്ലാം ഒന്നുമില്ല, എല്ലാം ദ്രവിച്ചിട്ട് പോയി. കേബിളുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുകാർ പറയുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും നോക്കാനുണ്ടോ. ഈ കാസർഗോഡ് നഗരത്തിലെ വൈദ്യുതി വിതരണം പോലും പരിപൂർണമായി വലിയ പ്രതിസന്ധിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ഒരു പക്ഷേ ഈ തണൽ മരങ്ങൾ നിലംബന്ധിച്ചാൽ ഉണ്ടാവുക. ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ്. വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. മരത്തിൻ്റെ അടിവശങ്ങൾ പോലും പരിപൂർണമായി ദ്രവിച്ചിരിക്കുന്നു. ഇതിൽ കൃത്യമായൊരു നടപടി എടുക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന് ലേല നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞെങ്കിലും ഇതുവരെയും ആളുകളെ ഒന്നും തന്നെ ലേലത്തിൻ്റെ ഭാഗമായി എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പരാതി. ഉച്ച സമയത്ത് തന്നെ നമ്മൾക്ക് ഇത്രയും തിരക്ക് കാണാൻ സാധിക്കുന്നു. രാവിലെയും വൈകിട്ടും തിരക്ക് കൂടും. തിയേറ്ററുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കുടുംബങ്ങളടക്കം കാറുകളടക്കം ഇവിടെ പാർക്ക് ചെയ്ത് മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ ഇവിടെ സ്ഥിരമായി കാണുന്നതാണ്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. പലപ്പോഴും ഈ വഴിയരികിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ, അല്ലെങ്കിൽ ചില ഓഫീസുകൾക്ക് മുന്നിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ ആരും നട്ടുപിടിപ്പിച്ചതാവില്ല, അത് താനെ വളർന്നു വന്നതാവും. ഈ വേരുകൾ ആഴത്തിൽ പോകാൻ പാകത്തിൽ അതങ്ങനെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അത് മണ്ണിന് മുകളിൽ മാത്രമായി അതിൻ്റെ ചുവട് മാറിപ്പോകുന്നതൊക്കെ പലപ്പോഴും മരങ്ങൾ മറിഞ്ഞു വീഴാൻ കാരണമാകുന്നുണ്ട്, ആഴത്തിൽ നട്ടുപിടിപ്പിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ സ്വാഭാവികമായും ഇത്തരം മരങ്ങൾ ആഴത്തിലേക്ക് വേരുപിടിക്കാൻ ശ്രമിക്കുന്നവയാണെങ്കിലും കാലപ്പഴക്കം കൊണ്ട് മണ്ണൊലിച്ചു പോകുന്നതും മറ്റുമുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് അപകടകരമായ രീതിയിൽ മാറാറുണ്ട്. അതുകൊണ്ടാണ് ഈ മരങ്ങളുടെ അപകടാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും.